ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതെയിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു. പ്രസംഗിക്കേണ്ടെന്നിങ്ങോട്ട് വന്നത്. പലപ്പോഴും ഞങ്ങൾ പ്രസംഗിക്കണ്ട, പക്ഷെ എന്റെ ദൈവം ചെയ്ത കൃപകൾ പറയാതിരിക്കാനൊക്കെ വേണ്ട വേണ്ടെന്ന് പറയുമ്പോൾ തീർത്തു പറഞ്ഞ് ഞാൻ പ്രസംഗിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നും കൊണ്ടല്ല. ഒരു ദിവസം പ്രസംഗിക്കണ്ടെന്ന് വെച്ചു. എന്നും കേൾക്കുന്നവർക്ക് ചിലർക്ക് ആരോചകമുണ്ട്. അവർക്ക് പള്ളികളിൽ സുഖം കിട്ടണ്ട. ഇന്ന് അച്ഛൻ പറഞ്ഞ വളരെ സന്തോഷം. അങ്ങനെ സന്തോഷിക്കുന്നതിന് നമ്മൾ സന്തോഷിപ്പിക്കണമല്ലോ. അതുകൊണ്ട് ഇത് പ്രസംഗിക്കുന്നില്ലെന്ന് ഓർത്തത്. എല്ലാവരും സന്തോഷിക്കണ്ടേ പള്ളിയിൽ പോകാൻ. അതുകൊണ്ട് ഇന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, പള്ളിയിൽ വന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് പോകാവോ? അല്ലെ എന്ന് ഈ വരുന്നത് എന്ത് കഷ്ടപ്പെട്ടേ പള്ളി വരെ. ശരിയാ, രാവിലെ തൊട്ട് ഒരുങ്ങി അല്ലേ, സാരി രാവിലെ ചിലർ തേക്കുന്നവരുണ്ട്, ചിലർ തേക്കാത്തവരുണ്ട്, പിന്നെ തല കറപ്പിക്കുന്നവരുണ്ട്, മീശ വെളുപ്പിക്കുന്നവരുണ്ട്, തല കറപ്പിക്കുന്നവരുണ്ട്, പിന്നെ പിരിയം പൊക്കി വെക്കുന്നവരുണ്ട്, പുയ്യം താത്തു വെക്കുന്നവരുണ്ട്, അച്ഛന്മാരായ ഞങ്ങൾ മീശ വെട്ടുന്നവരുണ്ട്, വെട്ടാത്തവരുണ്ട്, ചോമ്പിക്കുന്നവരുണ്ട്, കറപ്പിക്കുന്നവരുണ്ട്. എന്ത് പരിഷ്കാരം കൊണ്ടാണ് നിങ്ങൾ ഞാനൊക്കെ പള്ളി വരുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്. എന്താണ്? പാപപുഷ്ടം അകത്തിരിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഒന്ന് നുറുങ്ങി കരയാമോ? നിങ്ങൾ യാചിക്കുന്നവർക്ക് കിട്ടും, അന്വേഷിക്കുക കിട്ടും, മുട്ടുവീൻ തുറക്കപ്പെടും. സാമ്പത്തിക പ്രയാസമുണ്ടോ, ജോലിയുടെ പ്രയാസമുണ്ട്, തമ്പുരാനോട് പറ. തമ്പുരാൻ പറഞ്ഞത് എന്റെ പക്കൽ ധനമുണ്ട്, മാനമുണ്ട്, പുരാണ സമ്പത്തുണ്ട്, വേദനകളെ മാറ്റാൻ താൻ ശക്തനാണ്, താൻ ഞാൻ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാണ്.
ഞാൻ നിന്റെ രോഗങ്ങളെ സൗഖ്യമാകും. വേദനയും നൊമ്പരമുള്ളവരൊക്കെ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞ പോലെ പറ, അവിടെ പിടിച്ചോട് പറ, കർത്താവേ എനിക്കിവിടെ വേദന സുഖം താന്ന് പറഞ്ഞാൽ മതി. നമ്മളെ പറഞ്ഞിവിടെ തരാമെന്ന് അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സാക്ഷിയായി നിന്നിട്ടും സൂചനയൊന്നും നീ തന്നില്ല. എളിയാതെ ഭയപ്പെടുക, വിനയപ്പെടുക, ഇവിടുന്ന് കൊണ്ടു അനുഗ്രഹം വാങ്ങിച്ചോ. വേണമെങ്കിൽ കൈക്കുള്ളത്തിന്റെ ഒരു അച്ഛന്മാരുടെ ഒന്നും ഇരിപ്പില്ല. നിന്റെ ഹൃദയം നേരുള്ളതാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും. പള്ളിയിൽ പോകണം, അങ്ങോട്ട് പോകണ്ടെന്നല്ല പറഞ്ഞു. എല്ലാ അച്ഛന്മാരെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം, ഒക്കെ ചെയ്യണം. പക്ഷേ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടേണ്ടത് ഞങ്ങളോട് ഒരുമിച്ച്. അതുകൊണ്ടാണ് നമ്മൾ അച്ഛന്മാർ പാവപ്പെട്ട ഞങ്ങൾ പ്രാർത്ഥിക്കും. നാം എല്ലാവരും പ്രാർത്ഥിച്ച് ആദ്യം ഒരു വൈദികൻ കുർബാനയ്ക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്. എടാ, ഇന്നലെ എന്നെ ചീത്ത പറഞ്ഞ സഹോദര നിന്നോട് പറയണം, നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിന്റെ അനുഗ്രഹങ്ങളും മനോഹരവും യാചിക്കണം. ഇന്നലെ എനിക്ക് ചീത്ത പറഞ്ഞാൽ കേൾക്കാതായിരിക്കും. പക്ഷെ ഞാൻ ഇന്ന് സഹോദരൻ പറയണം, എൻ്റെ മോനെ, സഹോദര, സഹോദരി, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ച് എന്ത് വാങ്ങിക്കാം കർത്താവിന്ന്? എന്താ വാങ്ങിക്കുന്നത്? അനുഗ്രഹങ്ങളും. ഇതെവിടെ അവിടെ ഇരിക്കുന്നത്? തമ്പുരാന്റെ ഇരിക്കും. ഇത് ഞാൻ നിങ്ങളും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടും. മനോഗുണം, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അനുഗ്രഹങ്ങൾ, ഗുണം, കരുണ, സ്നേഹം, സന്തോഷം, സമാധാനം, ഇതൊക്കെ തമ്പുരാന്റെ സ്വഭാവങ്ങൾ. ഇത് കിട്ടും. ബലിയർപ്പണത്തിനായി ഡോക്ടർമാരെ കുറിച്ച് കയ്യുടെ ഡോക്ടറെ കാണുക, ഇന്ന കാര്യങ്ങൾ കാണുക. ഞാൻ പോയി കണ്ടു, എങ്ങും പോയില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ പറഞ്ഞു, എനിക്കിവിടെയാണ് വേദന. നിന്റെ ആണി കൊണ്ട പായത്തിനാണ് എനിക്ക് വേദന, മാറ്റി തന്നു. സ്തോത്രം. എത്ര കാലം ഞാൻ വേദനയുള്ളവനായിരുന്നു. ഒരു 2 വർഷമെങ്കിലും ഞാൻ വേദനയോടെ നടന്നു. അതിനോട് വീണ്ടും പറഞ്ഞല്ലോ, ഈ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് എത്ര പേര് ദൈവകൃപ പ്രാപിച്ചിട്ടുണ്ട്. പള്ളിയുടെ ഒന്ന് മുഴുവൊണ്ടൊന്നും അല്ല പ്രിയപ്പെട്ടവർ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപം. നിന്റെ കുഞ്ഞു രോഗം വരുമ്പോൾ നീ കരഞ്ഞ് പ്രാർത്ഥിക്കുമല്ലോ. ബലിപീഠം പോൽ നീ എന്നോടാ യാത്ര ചോദിച്ചു പോയപ്പോൾ നിങ്ങൾ തങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി തരും. ദോഷികളായ നമ്മുടെ കർത്താവ് ദോഷികളാണ്, ശരിയാ. ദോഷികളായ നമ്മളെ നല്ല ദാനങ്ങൾ മക്കൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നോട് യാചിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ എത്രയധികമായി എന്നേലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവാൻ ദൈവമേ എന്നൊന്ന് വരണമേ. ഇന്നിങ്ങോട്ട് കുർബാനയ്ക്ക് പോകുന്നപ്പോഴേലും ഒന്ന് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ നീ എന്നിൽ വരണമേ, എന്നിൽ ക്രിയ നടത്തണമേ, എൻ്റെ പാപങ്ങളെ കാണിച്ചു തരണമേ. എല്ലാ അനുഗ്രഹങ്ങളും ഉള്ള വിശുദ്ധ കുർബാനയിൽ പോയിട്ട് നാട്ടുഭാഷയിൽ പറയുന്ന പോലെ ഉറി പോലെ പോരാൻ ഇടവരരുതേ ഒന്ന് പ്രാർത്ഥിച്ചോ. എന്തിനാ ഇന്ന് പള്ളി വന്നത്? ആരെ കാണാൻ, ആരെ കാണിക്കാനാണ് വന്നത്? നമ്മൾ എന്തിനാ അവരവർ തന്നെ ചോദിച്ചാൽ ഞാൻ എന്താ ഇന്ന് പള്ളിയിൽ പോകുന്നത്? മിശിഹായെ കാണാൻ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എന്തെല്ലാം നിങ്ങൾക്ക് തരും. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, എനിക്കിപ്പോഴും കിട്ടിക്കൊണ്ടായിരിക്കുന്നത്. അവന്റെ കൃപ കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമാ എനിക്ക് വിശുദ്ധാരാധന അർപ്പിക്കാൻ ശക്തി തരുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്റെ വേദനകളേക്ക് എടുത്തു മാറ്റുന്ന ദൈവം. നെഞ്ചൂടു കണ്ണീരും അന്ത്യചുംബനവും ഹൃദയം മലിക്കും പോലായിരുന്നു. ആചാര്യ നീ വാങ്ങിപ്പോമെന്നറിഞ്ഞതാൽ വിലപിക്കുന്നു ഞാൻ അനാഥനെ പോൽ. ഒരു ഡോക്ടർക്കും സൗഖ്യം തരാൻ കഴിയത്തില്ല. ഒരു മരുന്ന് സൗഖ്യമായി രോഗിയായ ഞാനേ പറയുന്നത്. ആര് സൗഖ്യം തരും? നമ്മുടെ ഉടയവൻ, നമ്മളെ സൃഷ്ടിച്ചവൻ തരും സൗഖ്യം. നമ്മുടെ വേദനകളെ ആര് മാറ്റും? അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാമോ പ്രിയപ്പെട്ടവരെ? പ്രാർത്ഥിക്കാമോ? വിശുദ്ധ കുർബാന ഇതെല്ലാം കിട്ടും.
അന്വേഷിപ്പിച്ചതിനെ കണ്ടെത്തുന്നുണ്ടോ? തമ്പുരാനെ അന്വേഷിക്കുന്നുണ്ടോ? ഞാൻ ഈ വിശുദ്ധ കുർബാന ചൊല്ലിയപ്പോൾ ഞാൻ പല പ്രാവശ്യം തമ്പുരാന്റെ ശരീരത്തെ നോക്കി. എന്റെ കർത്താവ് കാൽവരിയിൽ കിടന്ന് ഉറങ്ങിയ ശരീരമാണിത്. എവിടെയാണ് എന്റെ കർത്താവിന് ചോരയെന്ന് ഞാൻ സൂക്ഷിച്ച് നോക്കി. ഞാൻ കാസയിലേക്ക് എത്തിയത് നോക്കി. ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ പരിശുദ്ധ വന്നിട്ട് ഈ ബീജിനെ കാൽവരിയിൽ ഒഴുക്കപ്പെട്ട രക്തമാക്കി തീർക്കണമേ. പരിശുദ്ധാത്മാവാണ് അത് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവേ, നീ അത് ചെയ്തോ എന്ന് ഞാൻ ആകാംക്ഷയോടെ ആ പത്തിനുമേൽ നോക്കി. ഇനി ഞാനത് കുറിച്ച് നിങ്ങൾക്ക് വരുമ്പോൾ പറയുന്നത് കർത്താവിന്റെ ശരീരമാണ്, ഇത് കർത്താവിന്റെ രക്തമാണ്. കർത്താവിന്റെ ശരീരവും രക്തവും അനുഭവിക്കുന്ന എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്ത് മൂലം എന്നാളും ജീവിക്കും. അവസാനം ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഏറെക്കാലം അധികാരം ഏറെയായി ജീവിക്കുന്നത് ഇത് ക്ലോസ് ആകും. അധികമായത് 80. അതിന്റെ പ്രതാപം എന്തുവാ? ദുഃഖവും പ്രയാസമാണ്. ഈ മനുഷ്യ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ വളരെ തീഷ്ണതയോട് ഓടുകയാണ്. എനിക്കത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം, എനിക്കിത് സമ്പാദിക്കണം. വേണ്ട, ജീവിതത്തിൽ സമ്പാദ്യം ദൈവമായി മാറട്ടെ. യേശുക്രിസ്തുവിന്റെ ശരീരങ്ങൾ അനുഭവിക്കുക, ജീവൻ പ്രാപിക്കുക. എന്റെ ശരീരം ഭക്ഷിക്കുന്നത്, എന്റെ രക്തം കുടിക്കുന്നത് എന്നൂടെ എന്നാളും ജീവിക്കും. അവസാന നാൾ ഞാൻ ഞങ്ങളെ സഹായിക്കുന്നോ ഞങ്ങൾ അപേക്ഷിക്കുന്നു. മാതാവേ, എന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളോട് മായി പരിപാലികളുടെ പാപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ഞങ്ങൾ ഭക്ഷിച്ചതായ അവിടുത്തെ തിരിച്ചറിയും പാനം ചെയ്യുന്ന പുണ്യമുണ്ടാകുന്ന തിരിച്ചെത്തും. ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുത്. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ശ്രമിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചെയ്യണമേ. അതുപോലാലാപിക്കാനാകും നീ നിന്നിട്ടുള്ള ഈ പ്രസംഗം. െല്ലാം സാക്ഷിയായി നിന്നിട്ടും സൂചനയൊന്നും നീ തന്നില്ലല്ലോ. ബലിയർപ്പണത്തിനായി നിങ്കലേക്കല്ലേനെ യാത്ര ചോദിച്ചിതാ ഞാൻ പോകുന്നു. ഭാവിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയെക്കൊണ്ട് സഹായം ലഭിക്കപ്പെടുമാറാണ്. നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്താലെ പോയി എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. ഹേ പുരോഹിതാ, നിന്നന്ത്യബലിയിങ്കൽ നിന്നു ഞാൻ അബ്രാമിൻ ബലിപീഠത്തിൽ
കരളലിഞ്ഞു. നിൻ ചൂടു കണ്ണീരും അന്ത്യചുംബനവും ഹൃദയം മലിക്കും പോലായിരുന്നു. ആചാര്യ നീ വാങ്ങിപ്പോമെന്നറിഞ്ഞതാൽ വിലപിക്കുന്നു ഞാൻ അനാഥനെ പോൽ. കൂദാശയിൽ നിൻ ശുശ്രൂഷയിൽ ഇനി ഖേദത്താലിന്ന് ഞാൻ മൗനമായി. പല പരിപാടികളുടെ കടയിൽ വന്നുകൊണ്ടാണ് ഞാൻ 12 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒന്ന് നമുക്ക് പറയാനുള്ളത്, എല്ലാത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യും. വലിയവനായ ദൈവം എനിക്ക് ചെയ്തു തന്ന എനിക്ക് ചെയ്തു തന്ന എല്ലാ നന്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വന്നു കൂടിയവരും പോയവരോട് യാത്ര പറഞ്ഞോടൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഈ ചുരുങ്ങിയ സമയത്ത് അത് മാത്രം ഞാൻ പറയുന്നു. ദാവീദ് രാജാവിന്റെ ഇരിക്കട്ടിൽ നിന്ന് നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ദൈവം നിനക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ഇന്നതാണ്. നിന്നെ ആടുകളുടെ വിളിച്ചു നിർത്തി നിന്നെ രാജാവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നാഥാൻ പറഞ്ഞു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അതുതന്നെയാണ് ഈ സന്ദർഭത്തിൽ ഞാനും ചെയ്യുന്നത്. പാവപ്പെട്ട എനിക്ക് ദൈവം ചെയ്ത തന്റെ മന്ത്രിത്വത്തിൽ വേല ചെയ്യുവാൻ കൊണ്ടുവന്ന എല്ലാ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദാവീദ് പറഞ്ഞു, ഞാൻ ഫോണിലെ പൊടിയും മൂലയിലെ ചപ്പും മാത്രമാണ്. കർത്താവായ യഹോവേ ഞാൻ എന്ത് പറയേണ്ടു, കർത്താവായ യഹോവേ ഞാൻ എന്ത് പറയേണ്ടു എന്ന് പറഞ്ഞ് ദാവീദ് കരയുകയുണ്ടായി. പിന്നെ ദാവീദ് അവന്റെ ദൈവം കൊടുത്ത നന്മ ഓർത്തപ്പോൾ അവൻ ദൈവസന്നിധിയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ ഞാനും എന്നെ നിങ്ങളോടൊപ്പം തന്നെ അനുഗ്രഹത്തോടെ നടത്തിയ എന്റെ ദൈവത്തെയും ദീർഘായുഷെന്ന എന്റെ ദൈവത്തെ, കുടുംബത്തെ കാണുവാനും ഒരുമിച്ച് കാണുവാനും മക്കളെയും കൊച്ചുമക്കളെ കാണുവാനും എനിക്ക് ദൈവം തന്ന എല്ലാ നന്മയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയുള്ള എന്റെ കാലങ്ങളിൽ എന്നെ സ്നേഹിക്കുന്നതായ ദൈവം പ്രാർത്ഥിക്കണം. വന്ന അഭിമന്യ മെത്രാപ്പൊലീസന്മാരോട് ഹൃദയമായ നന്ദിയുണ്ട്. ഞാൻ അറിഞ്ഞിരുന്ന അവരെ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടി ഇവിടെ വരുത്തിയില്ലായിരുന്നു. കാരണം അതുപോലെ തന്നെ എത്രയോ ആളുകൾ ഇവിടെ വന്നു, ഒത്തിരി സമയം മെത്രാച്ചന്മാർ കൊച്ചുമാരൊക്കെ വന്നു. പെന്തക്കോസ്ത് ദിവസം ഒത്തിരി കാര്യങ്ങളുള്ള ദിവസമായിരുന്നു. കുഞ്ഞുങ്ങളവരുടെ ആഗ്രഹപ്രകാരം ചെയ്ത് ഞാൻ സന്തോഷിക്കുന്നു. ദൈവം കൊടുത്ത മനസ്സിലായി നന്ദി പറയുന്നു. എനിക്ക് കുടുംബത്തിനും ഈ വന്നുകൂടി എല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം തുടർന്ന് തന്നെ അനുഗ്രഹിക്കാനുള്ള പ്രാർത്ഥിക്കുക. എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി നന്ദി നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഊർസലേമേ, എന്റെ കാലുകൾ നിന്റെ വാതിലുകളിൽ നിൽക്കുകയായിരുന്നു. ആത്മച്ചിറകാൽ പാറും സോദരനേ, ചേർക്കുക നാഥാ നിൻ സ്ലീവാചിറകിൽ. അത്യുന്നതനാം മണവാളാ സ്തുതിയും ദൈവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. രാജപുത്രി മഹത്വത്തോടെ നിലകൊണ്ടു. പള്ളി കരഞ്ഞു, ദുഃഖിച്ചു, നിൻ ശിഷ്യന്മാർ വ്യസനത്തിൽ മുഴുകി. ഞാൻ വിഷം അനുഭവിച്ചിട്ടുണ്ട്, ദാഹം അനുഭവിച്ചിട്ടുണ്ട്, എല്ലാം കൊണ്ട് അവസാനം പറയുന്നു, ഞാൻ നല്ല പോർ പൊരുത്തു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ജീവന്റെ കിരീടം എനിക്ക് അവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, കർത്താവ് പ്രത്യാശ എല്ലാവർക്കും. നിങ്ങളും ഞാനും ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ ഇപ്പോൾ അത് ചിന്തിക്കയില്ലായിരിക്കും. പ്രായമായിരിക്കുന്ന ഞാൻ പറയും, അത് ഞാൻ എപ്പോഴും ചിന്തിക്കും. ഈ ലോകത്തിന് എത്ര ദിവസം നമുക്കുണ്ടാകും? പ്രായമുള്ളവർക്ക് നമുക്ക് സന്തോഷത്തോടെ പോകേണ്ടിയിരിക്കുന്നു. പ്രതിഫലത്തിന് നാളിൽ വലിയ പ്രതിഫലം നമുക്ക് കിട്ടും. പള്ളി പോകണമെന്നായില്ല, കർത്താവിനെ സ്നേഹിക്കണം. അച്ഛനായിരുന്നൊന്നും കാര്യമൊന്നുമില്ല, കർത്താവിനെ സ്നേഹിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ ഓമന കുഞ്ഞുങ്ങളോട് വീട്ടിൽ താമസിക്കും എന്ത് സുഖം! ദൈവമേ, നിനക്ക് സ്തോത്രം, നിനക്ക് സ്തോത്രം, നിനക്ക് സ്തോത്രം എന്ന് പറയണം. ചിലപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ അപ്പനോ അമ്മയോ ഒക്കെ ഇടയ്ക്ക് ലോകത്തിൽ കടന്നു പോകും. കടന്നുപോയാലും ഭാരപ്പെടേണ്ട, ദൈവം ഞാൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. നമുക്ക് ഈ ലോകത്തിന് എന്താ പ്രശംസിക്കാനുള്ളത്?
ദാവീദ് പറയുന്ന എന്മനവേ പോയ വാക്ക് ഉപകാരം മറക്കരുത്. ദൈവോമന കുഞ്ഞുങ്ങൾക്ക് നിങ്ങളോട് കാണുമ്പോൾ അതൊക്കെ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ തന്നെ നടന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ ദൈവമേ നിനക്ക് സ്തോത്രം, ദൈവമേ നിനക്ക് സ്തോത്രം, ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറയണം. ഈ സ്തുതിയും സ്തോത്രവും ബന്ധിക്കോസുകാരുടെ എന്നാരും പറയുന്നത് നമ്മുടെയാണ്. നമ്മുടെ പാട്ടിൽ പറയുന്നു, നീ സ്തുതിയും ഹല്ലേലൂയായ കർത്താവേ ഞങ്ങൾക്ക് നിന്നെ സ്തുതിക്കുന്നതെന്ന് ഒഴിഞ്ഞിരിപ്പാനും നിന്നെ പുറത്ത് നിന്ന് മാറിയിരിപ്പാനും എനിക്ക് ഇടവരുത് എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. എന്ത് അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് തരുന്നത്, എന്തുമാത്രം നന്മകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ന് അനുഭവിക്കുന്നതൊക്കെ ദൈവത്തിന്റെ നന്മയല്ലേ. നമ്മുടെ സമപ്രായക്കാർ ജീവിക്കൂടെ ഭക്ഷണം കഴിച്ച് ആശുപത്രി ഇന്റൻസീവ് കയറി കിടക്കുമ്പോൾ ആരോഗ്യത്തോട് രാവിലെ എണ്ണിച്ചിട്ട് ദൈവത്തിന്റെ ആലയത്തിൽ വരുവാൻ, കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും ഭാര്യയും ഭർത്താവും ഒരുക്കിച്ച് വരുവാനുള്ള ഭാഗ്യം തന്ന ദൈവത്തെ എത്ര സ്തുതിച്ചാലും ഈ എന്താണ് ആരാധന, സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാതെ ഇടപെടാർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ. ഈ സ്തുതിയും സ്തോത്രവും പള്ളി വരുമ്പോൾ മാത്രം പറഞ്ഞാൽ പോരാ, അത് മാഞ്ഞു പോകാതെ ഇടപെടാതെ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം. എന്തോട്ടാണ് ദൈവത്തെ സ്തുതിക്കാൻ കഴിയാത്തത്? നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മ ദൈവം നമുക്ക് തന്നു. രോഗം വരാതെ ലോകത്തിൽ പാകം ഈ ലോകത്തിൽ പോകാതിരിക്കാൻ പോകും. ഞാൻ കുർബാനയുടെ അപ്പം അർപ്പിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അപ്പത്തിന് സമർപ്പിക്കുവാൻ, വിശുദ്ധ കുർബാന ചൊല്ലുവാൻ ഇന്നലെ തന്നെ അനുവദിച്ചല്ലോ. അടുത്ത ഞായറാഴ്ച എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മദ്ബഹായുടെ യാത്ര ഇറങ്ങിയിട്ടാ പോലെ ഞാൻ മാത്രമല്ല കുർബാന ചൊല്ലുന്നവരൊക്കെ ചെയ്യണം. സുബോധത്തോടെ ചെയ്യുന്നവരൊക്കെ ചെയ്യും. ദൈവത്തിന്റെ വിശുദ്ധ ബലിപീഠമേ സമാധാന പ്രഭാഷണം പറഞ്ഞു, വിശുദ്ധ ബലിപീഠമേ സമാധാനത്തോടെ വസിക്കുക. ഇതെല്ലാം മടക്കി വെച്ച് ആ ശരീരം രക്തം അനുഭവിച്ചതിന് ശേഷം മടക്കി വെച്ച് പറഞ്ഞു, ദൈവത്തിന്റെ വിശുദ്ധ ബലിപീഠമേ നീ സമാധാനത്തോടെ ഇവിടെ വസിക്കേ. ഇനി ഞാൻ ഇവിടേക്ക് വരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ അവിടെ വെച്ച് നിന്നെ കണ്ടുകൊള്ളാം. ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ടാണ് വിശുദ്ധ മദ്ബഹായിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. കാപ്പോടെ കൂടി ആ പ്രത്യാശയില്ല പോകുന്നത്. പറയാനൊക്കെ അടുത്തയാഴ്ച വരുമെന്ന് പറയാനൊക്കെ. അതുകൊണ്ട് മനുഷ്യ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഇന്നത്തെ ദിവസം മാത്രമേ ദൈവം നമുക്ക് തന്നെ. ഇന്ന് ഇന്നേ ദൈവത്തെ സ്തുതിക്കുക. നാളെ ദൈവത്തെ സ്തുതിക്കുള്ളതാണ് ആരും പറയും. ചിന്തകള് പ്രാർത്ഥിച്ചു വരുവാൻ തക്കൊണ്ട് ഒരുങ്ങിക്കിടക്കുക. വിശുദ്ധിയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ വിശുദ്ധ ആരാധനയിലേക്ക് വരാം. എന്തൊരിക ധനം കൊണ്ട് മാനസിക സൗഖ്യം തരാൻ കഴിയും ദൈവം, ആയുഷ്മാരോഗ്യം വീട്ടിൽ തരാൻ കഴിയും ദൈവം. ഈ ലോകത്തിൽ സ്വർഗത്തിൽ നീ എന്നെ സ്നേഹിക്കുക, ആരാധിക്കുക, എന്നെ കൊള്ളാൻ ജയിക്കുക. ഞാൻ സ്വർഗത്തിന്റെ ഗിരിവാദത്തോട് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തെ വിളിച്ചവർക്ക് നൽകി പുറമെ നമുക്ക് കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഊർശലേമേ, എന്റെ കാലുകൾ നിന്റെ വാതിലുകളിൽ നിൽക്കുകയായിരുന്നു. ആത്മച്ചിറകാൽ പാറും സോദരനെ ചേർക്കുക നാഥാ, ചിറകിൽ അത്യുന്നതനാം മണവാളാ സ്തുതിയും ദൈവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. രാജപുത്രി മഹത്വത്തോടെ നിലകൊണ്ടു, പള്ളി കരഞ്ഞു, മദ്ബഹാ ദുഃഖിച്ചു, നിൻ ശിഷ്യന്മാർ വ്യസനത്തിൽ മുഴുകി. അത്യുന്നതനാം മണവാളാ സ്തുതിയും ദൈവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. അത് എന്നേക്കും തന്നെ. വാതിലടക്കിൻ ശാന്ത്യ പോയിടുവിൻ, കർത്താവ് വരും, വാതിൽ തുറന്നു തരും. അത്യുന്നതനാം മണവാളാ സ്തുതിയും ദൈവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. നിന്റെ ഹൃദയയാചന കർത്താവ് നിനക്ക് നൽകും. ധന്യപിതാവേ, പോയാലും ശാന്ത്യ ചേർക്കും നിന്നെ മശിഹാ മണവറയിൽ. അത്യുന്നതനാം മണവാളാ സ്തുതിയും ദൈവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. സ്വപ്നം കണ്ടിട്ട് ഉണരുന്നവനെ പോലെ സഭ ദുഃഖിപ്പൂ, മദ്ബഹാ വിലപിപ്പൂ, നിൻ പ്രാർത്ഥനകൾ കാലയവാശിപ്പൂ. അത്യുന്നതനാം മണവാളാ സ്തുതിയും ദൈവം ചൊല്ലി സ്തുതി പാടും
അവന്റെ മുഖം എല്ലായ്പ്പോഴും അന്വേഷിപ്പിൻ. ഉയരുനിരക്കേ മുത്താതൻ സ്തുത്യൻ